വീരഹനുമാൻ മെയ് 26 മുതൽ വൈകുന്നേരം 6 മണിക്ക്. കാള പറ്റുമെന്ന് കേട്ട ഉടനെ കയറെടുക്കാൻ ഓടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ജീവൻ രാജും മഞ്ചാടിയും തമ്മിൽ ഒരിക്കലും ചേരാൻ പാടില്ലാത്തവരാ. അതുകൊണ്ട് ഇതിങ്ങനെയൊക്കെ വരുള്ളൂന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷേ മഞ്ചാടിയുടെ കല്യാണത്തിൽ പങ്കെടുക്കണമെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളതിന് തയ്യാറാവണ്ടെങ്കിൽ, അതും അച്ഛൻ തന്നെ മുമ്പിൽ നിന്ന് ആ ചടങ്ങ് നടത്താൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കങ്ങനെ മാറിയിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ എന്നിട്ടിപ്പോ എന്താ വിനയ? ആര് വിചാരിച്ചാലും കല്യാണം നടക്കാത്ത അവസ്ഥയിൽ എത്തിയില്ല കാര്യങ്ങൾ. ഒരു ദുസ്വപ്നം കണ്ടെന്ന് പറഞ്ഞേ അണ്ണൻ ഈ കല്യാണം നടത്തി കൊടുക്കാൻ തീരുമാനിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ആ ദുസ്വപ്നം പോലെ തന്നെ എല്ലാം അവസാനിക്കുമെന്ന് കരുതിയാൽ മതിയായിരുന്നു. അച്ഛനെ കൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല അങ്കിളെ. സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ഏതറ്റം വരെ താഴാനും ഞങ്ങളുടെ അച്ഛൻ തയ്യാറാവും. എന്റെ അണ്ണന്റെ മനസ്സ് എനിക്ക് അറിഞ്ഞൂടാത്താണോ ചെയ്തു. പക്ഷേ ഇനിയെങ്കിലും അണ്ണൻ ചില കാര്യങ്ങളിൽ നിലപാട് മാറ്റിയേ പറ്റൂ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ അണ്ണൻ മഞ്ചാരുടെയും ജീവന്റെയും ബന്ധം അംഗീകരിച്ചു കഴിഞ്ഞാലേ, പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കാറായാൽ അവളുടെ അവന്റെ കല്യാണം അണ്ണൻ തന്നെ നടത്തി കൊടുക്കാന്നും പറഞ്ഞില്ലേ? എന്നിട്ട് പോലും മഞ്ചാടി അണ്ണൻ അനുസരിക്കാൻ തയ്യാറായോ? ഇല്ലല്ലോ. എന്നിട്ടും അണ്ണൻ എന്തിനാ വീണ്ടും അവളുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ നിൽക്കുന്നേ? അച്ഛൻ മക്കളെ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, മക്കള് അച്ഛനെ മനസ്സിലാക്കണം. മഞ്ചാടിക്ക് ഇപ്പൊ സംഭവിച്ച നഷ്ടം സ്വന്തം അച്ഛനെ നോയിച്ചതിന് അവൾക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണെന്നേ ഞാൻ പറയൂ. അല്ലെങ്കിലും കോളേജിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങിയ ശേഷം അവൾക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാ. വലിയ പഠിപ്പിസ്റ്റ് ആയതുകൊണ്ട് എന്തും ആവാന്നൊരു വിചാരാ. താലി കെട്ടുന്നതിന് മുമ്പ് അവനെ ഒലിച്ചു പോയത് നന്നായി. താലി കെട്ടിയതിനു ശേഷമായിരുന്നെങ്കിലും. ദയേ, കുറച്ചുകൂടെ മനസാക്ഷിയോടെ സംസാരിക്കും. മഞ്ചാടി നമ്മുടെ കൂടെപ്പിറപ്പല്ലേ. ദയയും ദാസങ്ങളൊക്കെ പറയുന്നതിൽ കാര്യമുണ്ട് ചിരു. മഞ്ചാടിയുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ നമ്മളെല്ലാം ഒരേ മനസ്സോടെ ഇതുവരെ നിന്നത്. ജീവൻ രാജ അവാർഡപ്പെട്ടത് അതിന്റെ ഒരു റിസൾട്ടായിട്ട് കണ്ടാൽ മതി. ഞാൻ ശബരേട്ടനെ ഒന്ന് വിളിച്ചു പറയട്ടെ. അല്ലെങ്കിൽ കമ്പനിയിലെ മീറ്റിംഗ് കഴിഞ്ഞ് ശബരേട്ടൻ കല്യാണം കൂടാൻ നേരെ അമ്പലത്തിലേക്ക് വെച്ചു പിടിക്കും. എന്നാലും കല്യാണം നടത്തി കൊടുക്കാൻ തീരുമാനിച്ച സുശീല ആന്റിക്ക് ഹാർട്ട് അറ്റാക്ക് വരെ അതേ ദിവസം തന്നെ ജീവൻ രാജ് ഒഴുക്കിപ്പെടുകയും ചെയ്തത് വല്ലാത്തൊരു അത്ഭുതം തന്നെ. ചേരാൻ പാടില്ലാത്തത് ചേരണ്ടെന്ന് പ്രകൃതി തന്നെ തീരുമാനിച്ചെന്ന് കരുതിയാൽ മതി. ചെയ്തു ജീവനെ വലിച്ചുകൊണ്ട് പോയത് കായല്ല അടിയൊഴുക്കാണ്. അതിനെ ദൈവനിശ്ചയം എന്നല്ലാതെ വേറെന്ത് പറയാനാ? ആ കൊച്ചി ഒന്ന് നിക്കണ്ട കൊച്ചി, എന്തോന്നാ ഇത്? നീ എങ്ങോട്ട് പോവാ? നീ ഒറ്റയ്ക്ക് ഇവിടുന്ന് പോയാ എങ്ങും എത്തത്തില്ല. എനിക്ക് എത്തേണ്ടടുത്ത് ഞാൻ എത്തിയിരിക്കും കുഞ്ഞമ്മേ. ഇവിടെ ഞാൻ എന്തിനാ നിക്കുന്നേ? എനിക്ക് പോയേ പറ്റൂ കുഞ്ഞമ്മേ. എങ്കിൽ നീ ഹർഷിയോടും രവിസാറോട് ഒരു വാക്ക് പറഞ്ഞിട്ട് പോ. അവരല്ലേ നിന്നെ ഇതുവരെ സംരക്ഷിച്ചത്. എന്താ കുഞ്ഞമ്മേ, മഞ്ചാടി എങ്ങോട്ട് പോവാ? എനിക്കറിയില്ല സാറേ, നേരിട്ട് ചോദിക്കേ. എന്താ മഞ്ചാടി നീ കാണിക്കുന്നേ? നിനക്ക് വേണ്ടി ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരു വാക്ക് പോലും പറയാതെ ബാഗും എടുത്ത് പോവാണോ? പറയാതെ ഞാൻ പോവില്ല ചേച്ചി. എനിക്ക് ചില കാര്യങ്ങൾ അന്വേഷിച്ചറിയാനുണ്ട്. അതിനുവേണ്ടി ചേച്ചിയും ചേട്ടനും എന്നെ പോവാൻ അനുവദിക്കണം. മഞ്ചാടി ഇപ്പൊ ഇറങ്ങി തിരിച്ചാ ഒന്നിനും ഉത്തരം കിട്ടില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും സാവകാശം അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അതെ മഞ്ചാടി, നിന്റെ കൂടെ ഞങ്ങൾ എന്നും ഉണ്ടാവും. ആദ്യം ജീവൻ രാജിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടട്ടെ. അതുവരെയെങ്കിലും നീ ഇവിടുന്ന് എങ്ങോട്ടും പോവരുത്. ജീവൻ രാജിന്റെ വിവരങ്ങൾ തേടിയാ ഞാൻ പോകുന്നത്. അവനു വേണ്ടി പ്രാർത്ഥിച്ച് വീടിനകത്ത് കഴിയാൻ എനിക്കാവില്ല. പ്ലീസ് എന്നെ തടയരുത്.
അമ്മേ, അച്ഛാ. എന്താ മോളെ ഉണ്ടായത്? ജീവൻ എങ്ങനെ ഇങ്ങനെ ഒരു ആപത്തുണ്ടായത്? എനിക്കൊന്നും അറിയില്ല അച്ഛാ. അത് അന്വേഷിക്കാനാ ഞാൻ ഇറങ്ങിയത്. എന്തായാലും ഒരു പ്രളയ ദുരന്തത്തിൽ ജീവനെ കാണാതായെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജീവനെ ആരോ ചതിച്ചതാ. അതാരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. അച്ഛനും അമ്മയ്ക്ക് എന്റെ കൂടെ നിൽക്കാമോ? എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞങ്ങളുടെ മോനെ ഞങ്ങൾക്ക് കണ്ടെത്തണ്ടേ? അതിന് വഴി കാണിക്കാൻ ഞങ്ങൾക്ക് നീയേ ഉള്ളൂ. അതേ മോളെ, താലി കെട്ട് കഴിഞ്ഞ് നീയും ജീവനും വരുമ്പോ ആരതി എടുത്ത് സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങള്. ഇദ്ദേഹത്തിന് അറിയാം ഞങ്ങൾ എത്ര സന്തോഷത്തോടെ ആ തീരുമാനം എടുത്തതെന്ന്. ഇന്ദ്രൻ പറഞ്ഞിട്ട് ഞാനിവരുടെ വീട്ടിൽ പോയിരുന്നു. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ജീവന്റെ വീട്ടിൽ പോയി താമസിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്കും ഇന്ദ്രനും തോന്നി. ജീവനും എനിക്ക് ഒരുമിച്ച് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ ജീവന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ പോവാ ചേട്ടാ. ഇനി എന്റെ വീട് അതായിരിക്കും. എന്നെ അന്വേഷിച്ചു വരുന്ന എന്റെ ബന്ധുക്കളോട് ചേട്ടനും ചേച്ചി അത് പറയണം. പോയിട്ട് വരാം. ശരി മോളെ, നിന്റെ കണ്ണീര് ഈശ്വരൻ കാണും. നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ അവൻ തിരിച്ചു വരും. മോളെ വാ. എടാ, നീ ഇങ്ങനൊന്നും മിണ്ടാതിരുന്ന എങ്ങനെയാ? ആരെ പേടിച്ചിട്ടാ നീ ജീവനെ പാതിരാത്രി ഒന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. കാറ്റും മഴയുള്ളപ്പോ കടവ് കടക്കുന്നത് റിസ്ക് ആണെന്ന് ഞങ്ങൾ എല്ലാവരും പറഞ്ഞല്ലേ. എന്നിട്ടും ജീവന്റെ കല്യാണം നടക്കണമെങ്കിൽ അവനെ കൊണ്ടുപോയേ പറ്റൂന്നല്ലേ നീ പറഞ്ഞത്. എന്നിട്ട് എന്തായി? സത്യത്തിൽ നീ അവനെ കൊലയ്ക്ക് കൊടുക്കാൻ കൊണ്ടുപോയതാണോടാ?